യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമയം പാപിനിയായ സ്ത്രീ പിടിക്കപ്പെട്ടപ്പോൾ ഈ ഭൂമി പിളർന്ന് ഇല്ലാതായിരുന്നെങ്കിലെന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാവണം. അവൾ കുനിഞ്ഞതിനൊപ്പം അവളെ ഒരു നോട്ടം കൊണ്ടുപോലും വിധിക്കാതെ ക്രിസ്തുവും കുനിഞ്ഞ് അവൻ അവളുടെ അപമാനത്തിൽ പങ്കുചേർന്നതല്ലേ. മോശയ്ക്ക് കൈകൊണ്ട് നിയമമെഴുതിയവൻ നിലത്തെഴുതി, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന മറുപടിയിൽ നീതിപാലനവും ധർമ്മവും അവനവനിൽ തന്നെയാണ് തുടങ്ങേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തൽ. വിധിക്കാൻ അധികാരമുള്ളവൻ തന്നെ പാപിനിക്ക് വേണ്ടി വാദിക്കുന്നു. ഒരേ സമയം വിധിക്കാനും മധ്യസ്ഥ പറയാനും അധികാരമുള്ളവൻ പാപം ചെയ്യാതിരിക്കുവാനുള്ള കൃപ നൽകുന്നു. തെറ്റു ചെയ്തവനെ തിരുത്താൻ നിയമത്തിനല്ല സ്നേഹത്തിന് മാത്രമേ കഴിയൂ എന്ന് ക്രിസ്തു രഹസ്യം ഗ്രഹിക്കാം. സ്നേഹമേ